റഷ്യയും കൂടുതൽ ഇരുണ്ട ചൈനയിലേക്ക് പോയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ 3 രാജ്യങ്ങളുടെയും നേതാക്കൾ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവച്ചാണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ്. ഇന്ത്യയും റഷ്യയും നമ്മൾ കൂടുതൽ ഇരുണ്ട ചൈനയിലേക്ക് നഷ്ടപ്പെടുത്തിയെന്ന് തോന്നുന്നു. അവർക്ക് ദീർഘവും സമൃദ്ധവുമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ചൈന, റഷ്യ, ഇന്ത്യ കൂട്ടുകെട്ട് ട്രംപിനെ എത്രത്തോളം അസ്വസ്ഥമാക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ പോസ്റ്റ്. കഴിഞ്ഞ മാസം ട്രംപ് ഭരണകൂടം ഇന്ത്യക്ക് മേൽ 50% താരിഫ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വർഷങ്ങളിലെ ഏറ്റവും മോശം അവസ്ഥയിലാണ്. അതേസമയം ഈ പോസ്റ്റിനെ കുറിച്ച് ഇപ്പോൾ തനിക്കൊന്നും അഭിപ്രായം പറയാനില്ല എന്നാണ് വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആതിഥേയത്വം വഹിച്ച ടിയാൻജിൻ SCO ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉൾപ്പെടെ നിരവധി ലോക നേതാക്കൾ പങ്കെടുത്തിരുന്നു. US പ്രസിഡന്റ് താരിഫ് യുദ്ധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ 3 നേതാക്കളുടെയും സൗഹൃദത്തെ ഒരു വഴിത്തിരിവ്, ഒരു പുതിയ ലോകക്രമം എന്നിവയെ സൂചിപ്പിക്കുകയാണെന്ന് പലരും വിലയിരുത്തിയിരുന്നു. അതേസമയം റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ച സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി വീണ്ടും പുടിനുമായി ചർച്ചകൾ നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. വ്യാഴാഴ്ച യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി നടത്തിയ ടെലിഫോൺ ചർച്ചകൾക്ക് പിന്നാലെയാണ് ട്രംപ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. എന്നാൽ പുടിനും ട്രംപും തമ്മിലുള്ള പുതിയ ചർച്ചകൾക്ക് നിലവിൽ സാധ്യതയില്ലെന്ന് റഷ്യ പ്രതികരിച്ചു. നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു ചർച്ചയെപ്പറ്റി ചിന്തിച്ചിട്ടില്ലെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് റഷ്യയുടെ ഇന്റർഫാക്സ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു. എന്നാൽ ആവശ്യമെങ്കിൽ അത്തരമൊരു ചർച്ച വേഗത്തിൽ ക്രമീകരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ നേരത്തെ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെയുള്ള ഉപരോധത്തിൽ US-ന് ശക്തമായ താക്കീതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകിയത്. ട്രംപിന്റെ നയങ്ങളെ രൂക്ഷമായ ഭാഷയിൽ പുടിൻ വിമർശിച്ചിരുന്നു. 2 കരുത്തായ ഏഷ്യൻ ശക്തികളെ ദുർബലമാക്കാനുള്ള നീക്കമാണ് അമേരിക്കയുടേതെന്ന് പുടിൻ കുറ്റപ്പെടുത്തി. ഇന്ത്യയും ചൈനയും വ്യാപാര പങ്കാളികൾ എന്നാണ് പുടിൻ പരാമർശിച്ചത്. അമേരിക്കയുടെ ഏകാധിപത്യ ഭാഷ ഏഷ്യൻ ശക്തികളോട് വേണ്ടെന്നും അധിനിവേശത്തിന്റെ കാലഘട്ടം കഴിഞ്ഞുവെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് ശേഷം മാധ്യമങ്ങളോടായിരുന്നു പുടിന്റെ പ്രതികരണം. സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെ ഏഷ്യയിലെ 2 വലിയ ശക്തികളായ ഇന്ത്യയും ചൈനയെയും വരുതിയിൽ നിർത്താനാണ് US ശ്രമിക്കുന്നത്. റഷ്യയുടെ പങ്കാളിയായ ഇരു രാജ്യങ്ങളിലെയും ഭരണാധികാരികളെ ദുർബലമാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.